പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരുന്ന് അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിത സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയരുത്. ഒരു കാരണവശാലും നെഗറ്റീവ് സംസാരിക്കരുത്. ശാപവാക്കുകൾ അരുത്. പകരം ഭാവിയെ നോക്കി വിശ്വാസത്തോടൊന്ന് പ്രവചിക്കുവാൻ തീരുമാനിക്കാമോ? ശത്രുവിൻ്റെ തന്ത്രങ്ങളോട് അടങ്ങുവാൻ കൽപ്പിക്കാമോ? ആ നാവിന് അസാധാരണമായ അധികാരമുണ്ട്. അത് ഈ ദിവസങ്ങളിലൊന്ന് ഉപയോഗിച്ചേ, അത് ജീവിതത്തിലൊന്ന് പ്രാവർത്തികമാക്കിക്കേ. സങ്കീർത്തനം 18:29 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അതെ, എനിക്ക് വിരോധമായി വരുന്ന പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുവാൻ എൻ്റെ കാലുകൾക്ക് സ്വർഗം അഭിഷേകം നൽകിയിട്ടുണ്ട്. എനിക്ക് വിരോധമായി എന്നാ വലിയ മതിൽ പണിതുയർത്തിയാലും അതിനെ ചാടിക്കടക്കുവാനുള്ള അഭിഷേകം സ്വർഗം നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. ആ നെഞ്ചത്തോട് കൈവച്ചേ, എന്നോട് ചേർന്ന് പറഞ്ഞേ: നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അതെ, ജീവിതത്തിലെ എല്ലാ പ്രതികൂലങ്ങളെയും ചാടിക്കടക്കുവാനുള്ള അഭിഷേകം ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ വ്യാപരിക്കട്ടെ. നാവ് കൊണ്ട് നെഗറ്റീവ് പറയല്ലേ, ശാപവാക്കുകൾ പറയല്ലേ. സന്തോഷത്തോടെ, കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ധൈര്യത്തോടെ, വിശ്വാസത്തോടെ പ്രവചിക്കുക. അനുഗ്രഹങ്ങളും നന്മകളും മാത്രം ജയം നമുക്കുള്ളത്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അസാധാരണമായ അധികാരത്തിന് സ്തോത്രം. ഞങ്ങളുടെ നാവുകളെ അഭിഷേകം ചെയ്തിരിക്കാൻ സ്തോത്രം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ബഹുമാനിക്കുന്നു. നാഥ, അങ്ങയാൽ ഞങ്ങൾക്ക് കഴിയാത്തതൊന്നുമില്ല. അങ്ങയാൽ ഞങ്ങൾക്ക് സകലതും സാധ്യം. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു.